1619 കളിച്ച മനോഹരമായൊരു ഗെയിം കണ്ടാലോ. ഈ ഗെയിമിൽ വൈറ്റ് കളിക്കുന്നത് ഗ്രീക്കോ ആണ്. ഈ ഗെയിമിൻ്റെ പ്രത്യേകത ഗ്രീക്കോ ബ്രില്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഗ്രീക്കോ E4 വെച്ച് കളി തുടങ്ങുന്നു. അപ്പോൾ ഗ്രീക്കോ ഒരു യൂറോപ്യൻ ചെസ് ചാമ്പ്യനാണ്. വളരെ സ്ട്രോങ് ആയിട്ടൊരു ചെസ് പ്ലെയർ ആയിരുന്നു ഗ്രീക്കോ. ഗ്രീക്കോയുടെ ഒപ്പോണൻറ്റ് പോൺ ടു B6, ഇതിന് ഓവൻസ് ഡിഫൻസ് എന്നാണ് വിളിക്കുക. പോൺ ടു D4. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1600കളിൽ കളിച്ചൊരു കളിയാണ്. അപ്പോൾ ചെസ് തിയറികളൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ഇന്നത്തെ കാലത്തും ഇന്നത്തെ ഈ ഒരു പൊസിഷനിലും ഏറ്റവും ബെസ്റ്റ് മൂവ് കളിച്ചിരിക്കുന്നത് ഇവിടെ ഗ്രീക്കോ കളിച്ചിരിക്കുന്ന പോൺ ടു D4 ആണ്. അത് 2 പോണുകൾ സെൻറ്ററിലേക്ക് കൊണ്ടുവരുന്നു. ബിഷപ്പ് ടു B7, ബിഷപ്പ് ടു D3. ഇവിടെ പോൺ ടു F5. ഇത് അത്ര നല്ല മൂവൊന്നും അല്ല, പക്ഷേ ഓർക്കണം 1600ലാണ് ഇങ്ങനെ ഒരു മൂവ് കളിച്ചിരിക്കുന്നത്. ഈ മൂവിൻ്റെ ഐഡിയ ഈ പോണിനെ ഇവിടെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഈ ഒരു പോൺ വെച്ച് ഈ പോണിനെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ബിഷപ്പ് വന്നിട്ട് ഈ പോണിനെ എടുക്കും. അപ്പോൾ ഇവിടെ റൂക്ക് നഷ്ടപ്പെടുകയും ഇവിടെ വൈറ്റ് തോക്കുകയും ചെയ്യുമെന്ന് ബ്ലാക്ക് കാണുന്നു. അപ്പോൾ അങ്ങനെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോൺ ടു F5 കളിക്കുന്നത്. അപ്പോൾ വൈറ്റ് കളിക്കുന്ന ഗ്രീക്കോ അപ്പോൾ ഇങ്ങനെ ഒരു ട്രാപ്പ് കാണുമോ കാണാതിരിക്കുമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ട്രാപ്പ് ഗ്രീക്കോയുടെ ഒപ്പോണൻറ്റ് വെച്ച് കൊടുക്കുന്നു. പോൺ ടു F5. ഗ്രീക്കോ ഇതൊന്നും കെയർ ചെയ്യാതെ പോൺ വെച്ച് പോണിനെ വെട്ടിയെടുക്കുന്നു. ബിഷപ്പ് വെച്ചിട്ട് ഈ ഒരു പോണിനെ വെട്ടിയെടുക്കാൻ അനുവദിക്കുന്നു. പക്ഷേ ഗ്രീക്കോ ഇതിന് മുന്നോട്ടുള്ള മൂവ്സുകൾ കണ്ടിരുന്നു. അതെ, ക്യൂൻ ചെക്ക്. അപ്പോൾ ഒരു ചെക്കാണ്. അപ്പോൾ ഈ ഒരു ചെക്കിനെ മറക്കണം. എങ്ങനെയാണ് മറക്കുക? പോൺ ടു G6 വെച്ച് തന്നെ മറക്കേണ്ടി വരും. ഇവിടെ F takes G6. അപ്പോൾ ഇവിടെ പോൺ വെച്ചൊക്കെ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ നേരിട്ട് ഇവിടെ ചെക്ക് മേറ്റിലോട്ടൊക്കെ പോകും. അപ്പോൾ അതൊന്നും എന്തായാലും നല്ല മൂവ് അല്ല. അപ്പോൾ ഇവിടെ ബ്ലാക്കിന് കളിക്കാൻ പറ്റിയ മൂവ് നൈറ്റ് F6 കളിച്ച് ഈ ക്യൂവിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മൂവ്സൊക്കെ ഇവിടെ നമ്മുടെ മനസ്സിൽ വരാം. ഇവിടെ എങ്ങനെയാണ് ഇവിടെ ജയിക്കാൻ പറ്റുക? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ക്യൂവിനെയും അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്, ഇവിടെ റൂക്കിനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ വൈറ്റിന് ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു മൂവ് ഉണ്ട് ഇവിടെ ജയിക്കാൻ. അപ്പോൾ പലരും ഇപ്പോൾ ആലോചിക്കും പോൺ ടു G7 ചെക്ക് ഒരു നല്ല മൂവ് ആണോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കാം. പക്ഷേ ഇവിടെ വെറുതെ ക്യൂവിനെ നഷ്ടപ്പെടും. നേരെ ഒരു ചെക്ക് മേറ്റിംഗ് ലൈനിലോട്ട് പോകുന്നില്ല. അതിന് പകരം മറ്റൊരു ബ്രില്യൻ മൂവ്, പോൺ വെച്ച് ഈ പോണിനെ വെട്ടിയെടുക്കുന്നു. അപ്പോൾ ഇവിടെ ക്യൂൻ വെച്ച് ചെക്കാണ്. അപ്പം നൈറ്റ് വെച്ച് ക്യൂവിനെ വെട്ടിയെടുക്കാമെന്നല്ലാതെ വേറെ മൂവ്സ് ഒന്നുമില്ല ബ്ലാക്കിന്. ക്യൂവിനെ വെട്ടിയെടുക്കുമ്പോൾ ഒറ്റ മൂവിൽ ബിഷപ്പ് ടു G6 ചെക്ക് മേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൽ പോൺ ടു F5 എന്നുള്ള ആ ഒറ്റ മൂവ് കൊണ്ടാണ് ഇങ്ങനെ ഒരു സീക്വൻസ് ഇവിടെ ഫോളോ ചെയ്യേണ്ടി വന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, 1600കളിൽ കളിച്ചൊരു ഗെയിമാണ്. അപ്പോൾ ചെസ് തിയറി ഒന്നും ഒരുപാട് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ പോൺ ടു F5 പോലത്തെ മൂവ് നമ്മുടെ ഗെയിംസിലൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.